ഇന്നത്തെ പരിപാടിയിൽ പ്രസംഗത്തിൻ്റെ പ്രത്യേകമായ ആവശ്യമില്ല. നമ്മൾ ഈ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം ബഹുമാനായിട്ടുള്ള മന്ത്രി നിർവഹിക്കുമ്പോൾ പന്തലിൻ്റെ ചുമതല ഏറ്റെടുത്തവരോടൊരു കാര്യം പറഞ്ഞിരുന്നു. 10-ാം തീയതി നമ്മുടെ പ്രധാന പന്തൽ നമുക്ക് തയ്യാറാക്കി തരണം എന്നായിരുന്നു ആവശ്യം. 10-ാം തീയതി തന്നെ പ്രധാന പന്തൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സാധാരണ നിലയിൽ വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവസാന നിമിഷത്തിലേക്ക് കാത്തു നിൽക്കാതെ ഇനി ഇതിൻ്റെ ചെറിയ ചില പണികൾ കൂടി ബാക്കിയുണ്ട്. നമ്മുടെ വീഡിയോഗ്രാഫർമാരായിട്ടുള്ള വീഡിയോ പ്രവർത്തനങ്ങൾ നടത്തേണ്ട വിഷ്വൽ മീഡിയാസിൻ്റെ കൗണ്ടർ ഒന്ന് പുറകിലായിട്ടാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്ന് രാവിലെ മാധ്യമപ്രവർത്തകരും ജില്ലാ കളക്ടറും കൂടി പരിശോധന നടത്തി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൂടി പൂർത്തിയായാൽ അതിഗംഭീരമായിട്ടുള്ള ഒരു കലോത്സവമായി 64ാമത് സ്കൂൾ യുവജനോത്സവം അതിഗംഭീരമായ കലോത്സവമായി ഏതെങ്കിലും വിധത്തിലുള്ള വിവാദങ്ങൾക്കോ ആശങ്കകൾക്കോ ഇടയില്ലാതെ അതിഗംഭീരമായി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്ന കാര്യം. ആ വിധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരാശങ്കയും നമുക്കില്ല. ഏറ്റവും ഗംഭീരമായി ഈ നാടൊരുങ്ങുകയാണ്. ഇന്നലെ വ്യാപാരി വ്യവസായികളുമെല്ലാമായി ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചിരുന്നു. 13-ാം തീയതി വൈകുന്നേരത്തോടുകൂടി നഗരം പൂർണ്ണമായി എല്ലാ വിധത്തിലുള്ള വൈദ്യുതാലങ്കാരങ്ങളോടെ നഗരവും നഗരത്തിൻ്റെ അനുബന്ധ പ്രദേശങ്ങളും പൂർണ്ണമായി വെളിച്ചാലങ്കാരങ്ങളിൽ അതിഭംഗിയായി മാറും. രാത്രി 10 മണി വരെ എല്ലാ ദിവസവും ഷോപ്പിംഗ് നടത്താവുന്ന സൗകര്യം ഉണ്ടാകും. രാത്രി 10 മണി കഴിഞ്ഞാലും കലാപരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള നൈറ്റ് ബസ് സർവീസ് സമാഹരിക്കാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. 14-ാം തീയതി രാവിലെ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാരമ്പര്യമുള്ള തൃശ്ശൂരിൽ മേളത്തോടുകൂടി നമ്മൾ ആരംഭിച്ച് 18-ാം തീയതി പുലിക്കളിയോടുകൂടി നമ്മുടെ ഈ മഹാ ഉത്സവം സമാപിക്കാവുന്ന വിധത്തിൽ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃകം പൂർണ്ണമായും ഇവിടെ നമുക്ക് ബന്ധപ്പെട്ട വിധത്തിൽ തയ്യാറാക്കും. ഒരു കാര്യം ഞാൻ എല്ലാവരോടുമായി പറയാണ്, 249 ഇനങ്ങളെ ഈ കലോത്സവത്തിൽ ഇപ്പോൾ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിൽ വിവാദം ഒരു ഇനമല്ല. അപ്പം അതുകൊണ്ട് 250ാമത്തെ ഇനത്തെ ഞങ്ങൾ ഉൾപ്പെടുത്താൻ ഇതുവരെയും ആലോചിച്ചിട്ടില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. വിവാദമില്ലാത്ത ഒരു കലോത്സവമായി തൃശ്ശൂരിലെ കലോത്സവത്തെ മാറ്റാൻ എല്ലാവരുടെയും സഹകരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു മനസ്സായി തൃശ്ശൂർക്കാർക്ക് നിൽക്കണം. വിവാദം ഇനമാക്കി മാറ്റാത്ത, വിവാദമില്ലാത്ത ഒരു മഹാകലോത്സവമായി തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ആയിരക്കണക്കിന് കുട്ടികളെ സ്വീകരിക്കാൻ എല്ലാ വിധത്തിലും ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ കുറേ ദിവസക്കാലമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച് ഓരോ ചെറിയ